പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ്. ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരകുണ്ട്. ചോക്കാട് 40 സെന്റ് ആദിവാസി നഗറിൽ കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമായി. ചോക്കാടൻ മലവാരത്തിൽ നിന്നും കൂട്ടത്തോടെ ഇറങ്ങിയ ആനകൾ ആദിവാസികളുടെ വീട്ടുമുറ്റത്ത് വരെ നാശനഷ്ടങ്ങൾ വരുത്തുകയാണ്. കഴിഞ്ഞ ദിവസം തലനാരിഴയ്ക്കാണ് ആദിവാസി വൃദ്ധൻ വെള്ളൻ രക്ഷപ്പെട്ടത്. ഇയാളുടെ വീടിന്റെ ഓട് ആന ഇളക്കി താഴെയിട്ടു. യാതൊരു വടവില്ലാത്ത രീതിയായി വാതിലൊക്കെ തുറക്കാത്ത രീതിയിൽ അങ്ങനെ ശല്യപ്പെട്ട് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഇവിടെ മുറിച്ചൊരു ചക്ക ഉണ്ടെന്ന്. ആ ചക്കയിടയ്ക്ക് എടുത്ത് തിന്നാണ്. പിന്നെ തുറക്കാനൊരു വിടവ് കിട്ടിയില്ല. ഇങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്കൊരു ശല്യമായിട്ട് തീരാണിത്. കുട്ടികളെ മക്കളൊക്കെ യാത്രയൊക്കെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മൂത്രം ഒഴിക്കുമ്പോഴേ ഭയങ്കര ആനശല്യമാകുമ്പോൾ ഭയങ്കര തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പം ഞങ്ങൾ എന്തിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. കാട് മുക്കാവും ചെയ്യുക. യാതൊരു മതിലിൽ കെട്ടിയിട്ട് ഒരു വടവില്ല. പുറത്തേരെ കൊണ്ട് ഇടത്ത് വെച്ചിട്ടും കാര്യമില്ല. ഇതിപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് യാതൊരു കോലമില്ലാത്ത മാർഗം കഴിക്കണത്. 2 സെറ്റാണ്. ഒരു കൂട്ടങ്ങളാണ്. ഒരു സെറ്റ് ഒരു കൂട്ടങ്ങൾ ഇതിലെ വന്ന് വീട് കൂടെ റോഡ് കൂടെ ആകെ ചക്ക മാങ്ങയൊക്കെ തെരഞ്ഞ് പിടിച്ച് വീടിൻ്റെ ഉമ്മരത്ത് വന്ന് വാഴയൊക്കെ തട്ടി, കൊലച്ച വാഴ കേട്ടോ, ഇതൊക്കെ തട്ടി പൂവൻ വാഴ, ഇങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. വീടിന് ചുറ്റുമുള്ള വാഴകളും മറ്റും കാട്ടാനകൾ പാടെ നശിപ്പിച്ചിട്ടുണ്ട്. ആദിവാസികൾ താമസിക്കുന്ന പ്രദേശത്തിന് വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീഷണിയിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ആനമതിലും വൈദ്യുതി വേലികളും സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ആനമതിൽ ചിലയിടങ്ങളിൽ കാട്ടാനകൾ തകർത്തിട്ടുണ്ട്. വൈദ്യുതി വേലിയും ഉപയോഗശൂന്യമായ നിലയിലാണ്. കാട്ടാനകളുടെ ആക്രമണം ആദിവാസികളുടെ ജീവന് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഇവരുടെ വീടുകൾക്ക് സമീപത്തെ വൈദ്യുതി ലൈറ്റുകളിൽ ഒന്നുപോലും പ്രകാശിക്കുന്നില്ല. പ്രദേശത്ത് പലയിടങ്ങളിലായി ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും ആനമതിൽ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പെടന്താൾ വാർഡിൽ 40 സെന്റ് ഭാഗത്ത് ആദിവാസി മേഖലയിൽ ഇപ്പൊ നിരന്തരം ദിവസങ്ങൾ ഓരോ ദിവസവും ആനകൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇറങ്ങുന്ന അവസ്ഥയുള്ളത്. ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് വൈകുന്നേരം ആയില്ലെങ്കിൽ പുറത്തിറങ്ങാനോ അവർക്ക് വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാനോ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിന് മുന്നിൽ ഒരു ആന വന്ന് നിൽക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഭയപ്പാടോടുകൂടിയിട്ടാവും വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുക എന്നുള്ളത്. കുഞ്ഞു കുട്ടികളടക്കം വീട്ടിൽ മുറ്റത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. വീടിൻ്റെ മുന്നിലുള്ള കവുങ്ങും അതുപോലെ തന്നെ വാഴയും വന്ന് ചവിട്ടി മറിച്ച് വീടിൻ്റെ ഓടടക്കം ഇളക്കി മറിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയാണ് ഇപ്പം ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയും ആന വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ട്. നമ്മൾ അറിയുന്ന സമയത്ത് നമ്മൾ RRTയെ വിളിക്കും, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസിലേക്കും വിളിക്കാറുണ്ട്. അവർ വന്ന് RRTക്കാർ വന്നിട്ട് അവർ പടക്കവും ഇതൊക്കെ പൊട്ടിച്ചു പോകാന്നല്ലാതെ ആ പോകുന്ന സമയത്ത് ആനകൾ താഴത്തേക്ക് ഇറങ്ങും. അത് അവർ പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ അവരുടെ വീടിന് മുന്നിലേക്ക് വരുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണിത്. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അധികാരികൾ ഇറങ്ങിയിട്ട് കാര്യമില്ല. അതിന് മുമ്പ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ മാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവർ താമസിക്കുന്ന സ്ഥലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വനത്തിൽ നിന്നാണ് കാട്ടാനകൾ എത്തുന്നത്. ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ് 40 സെന്റ്. ഇവിടെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 200ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇവരുടെ ജീവന് ഭീഷണിയായ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. Arrivals Men Apparels near Town Square, Vandoor.